ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് പ്രതികൂലതകൾ. തിരിച്ചടികൾ, ക്ലേശങ്ങൾ എന്നിവയൊക്കെ നാം കരുതുന്ന പല സാഹചര്യങ്ങളിലും ശക്തമായ ആത്മീയ വളർച്ചയ്ക്കുള്ള കാലഘട്ടമായി പരിണമിക്കാറുണ്ട്. ഇത് നാം മനസ്സിലാക്കുമെങ്കിൽ പ്രതികൂലതകൾ സഹിക്കുന്നത് അഥവാ അവയിലൂടെ കടന്നു പോകുന്നത് കുറേയെങ്കിലും എളുപ്പമായി തീരും. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വിളിക്കപ്പെടുവാൻ നിർണയിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ക്ഷമയോടെ ഇരിക്കുവാൻ പഠിക്കുന്നുവെങ്കിൽ എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും. സമ്പത്ത്, ആരോഗ്യം, പ്രാമുഖ്യം എന്നിവയേക്കാൾ ദൈവം വിലമതിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ വിശുദ്ധിയെ തന്നെയാണ്. ലിനോർഡ് ഗ്രിഫിത്ത് എന്ന ഗ്രന്ഥകർത്താവ് തൻ്റെ റോമൻസ് എന്ന പുസ്തകത്തിൽ ഒരു ജർമ്മൻ പടയാളിയുടെ കാര്യം പറയുന്നുണ്ട്. യുദ്ധസമയം ഈ പടയാളി അവരുടെ അന്തർവാഹിനി കപ്പലിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ അയക്കുന്ന കത്ത് വല്ലപ്പോഴുമായിരിക്കും അവൻ്റെ കയ്യിൽ എത്തുന്നത്. എല്ലാ കത്തിലും മകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു ആ മാതാവിൻ്റെ ആകുലത. ഒരു ദിവസം ഈ പട്ടാളക്കാരൻ അമ്മയുടെ പേർക്ക് ഇങ്ങനെ ഒരു കത്തെഴുതി: ഞങ്ങളുടെ അന്തർവാഹിനി കപ്പൽ മുങ്ങിയെന്ന് കേട്ടാൽ അമ്മ കരയരുത്. എൻ്റെ ശരീരം താഴുന്ന കടലിൻ്റെ ആഴങ്ങളും എൻ്റെ രക്ഷിതാവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റുവാൻ ഒന്നിനും കഴിയുന്നതല്ല. ഈ ഒരു ഉറപ്പ് തന്നെയാണ് ഓരോ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനികൾക്കും ദൈവം നൽകുന്ന ദൈവികമായിട്ടുള്ള സമാധാനം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ വരുമ്പോൾ ഈ ഒരു ദൈവിക സമാധാനം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ കഷ്ടത്തിലും സന്തോഷിക്കുന്നു. ഇത് നമുക്ക് വെറും വീരവാദമായി തോന്നാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ അന്ത്യകാലത്ത് റോമിലേക്ക് തടവുകാരനായി വന്നു. മരണം മുഖാമുഖം അടുത്തെത്തി. എന്നിട്ട് പറയുകയാണ്: കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അവൻ പിൻപുള്ളതിനെ മറന്നു മുൻപുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കാണ് പൗലോസ് ശ്ലീഹ ഓടിയത്. കാറ്റിനാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കോലിനാലുള്ള അടി, കല്ലേറ്, അതൊക്കെയും സഹിച്ചത് എന്തിനെന്ന് പറയുന്നു. ഫിലിപ്പിയൻസ് 3:10 ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിന് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു പഠിപ്പിച്ച ദൈവസമാധാനം എന്തെന്ന് അറിഞ്ഞ ഒരു വ്യക്തി തന്നെയായിരുന്നു വിശുദ്ധ പൗലോസ് ശ്ലീഹായും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ വരുമ്പോൾ ഈ ദൈവിക സമാധാനം അനുഭവിച്ചറിയുവാനും പ്രതികൂലതകളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെന്നും എല്ലാ ഈ പ്രതിസന്ധികളുടെയും ഒടുവിൽ നാം നമ്മുടെ നാഥനെ കണ്ടെത്തുന്ന ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്ന ഒരു ദിവസം ഉണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിലേക്കും നാം എത്തുമ്പോൾ ആ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പ്രതികൂലതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം കണ്ടെത്തുവാൻ ഇന്നത്തെ ഈ ചെറിയ ചിന്ത ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ,
ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ.